ഹായ് വെൽക്കം ടു ഗ്രോ ഗേൾ. ഓക്കെ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലും കണ്ടിട്ടില്ല. സീരിയസ്ലി ട്രസ്റ്റ് മീ, ഒരെണ്ണം പോലും കണ്ടിട്ടില്ല. ഞാൻ കാണാറുള്ളത് മിക്കതും ഈ സെൽഫ് കെയർ വ്ളോഗ്സ്, ഈ ഫൗണ്ടേഷൻ ഇട്ടാൽ മുഖത്ത് കുരു വരും, അങ്ങനത്തെ റിവ്യൂസ് ആണ് ഞാൻ കൂടുതലും കാണാറുള്ളത്. ബട്ട് സ്റ്റിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചു ഞാൻ ഏത് ലിപ് കോംബോ ആണ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ജസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ഈച്ച്. ലൈക്ക് ഈ ചെറിയ പിള്ളേർ ഇങ്ങനെ ക്രയോൺസ് പെയിന്റിങ്സ് ഒക്കെ വെച്ച് കളിക്കില്ല, അതുപോലെയാണ് ഞാൻ എന്റെ മേക്കപ്പ് ഒക്കെ വെച്ച് കളിക്കുന്നത്. ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ആക്ട്രസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാണുമ്പോൾ ഇത് കൊള്ളാലോ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ എന്റേതായ രീതിക്ക് ഇട്ടതാണ്. നിങ്ങൾ എന്നോട് ഒരു ലിപ് കോംബോ ട്യൂട്ടോറിയൽ ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇൻസെക്യൂർഡ് ആയി. ബിക്കോസ് എനിക്ക് ഇത് ആക്ച്വലി പ്രൊഫഷണൽ രീതിക്ക് ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ ഞാനിത് നോക്കിയപ്പോ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ടിട്ട് പറഞ്ഞാൽ മതിയോ ഒന്ന് വരെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ജെന്യൂൻ. അത് പിന്നെ എന്റെ ഒരു ലിപ് കോംബോ ആവില്ലല്ലോ. അത് കാരണം ഞാൻ എന്തായാലും എനിക്ക് എന്താണോ അറിയണേ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വീഡിയോ ആണിത്. പേഴ്സണലി ഐ ജസ്റ്റ് ലവ് മേക്കപ്പ് ആൻഡ് മേക്കപ്പ് ഇസ് സോ അമേസിംഗ്. ആൻഡ് മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോ അപ്പ് പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് മേക്കപ്പും ഡ്രസ്സിങ്ങും. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള മുഖത്തെ ഫീച്ചേഴ്സ് അറിഞ്ഞിട്ടുള്ള മേക്കപ്പും നമ്മുടെ കറക്റ്റ് ബോഡി ഷേപ്പിന്റെ ഡ്രസ്സിങ് ഗ്ലോ അപ്പ് ജേർണിയിൽ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് പേഴ്സണലി മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ തെറാപ്പി പോലെയാണ്. ചിൽ എഫേർട്ട്ലെസ് വൈബ് എന്നൊക്കെ പറയില്ല. ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, അതിൽ പെർഫെക്ഷൻ ഒന്നും നോക്കണേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനൊരു സിലബസ് പോലെ പെർഫെക്റ്റ് ആക്കാനും മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ടു അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്യാറില്ല. അത് വളരെ നല്ലതാണ്. മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ആർ ദ ബെസ്റ്റ്. ബട്ട് എനിക്ക് ആ വൈബ് അങ്ങോട്ട് ശരിയാവാറില്ല. എനിക്ക് എന്റേതായ ഞാൻ കാണും, ഓക്കെ, എന്നാൽ ഞാൻ എന്റേതായ രീതിക്ക് ചെയ്യും. സോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാ ഇതൊരു പ്രൊഫഷണൽ ഗുരു വീഡിയോ ഒന്നല്ല. ഇത് എന്റേതായ ഒരു ടെക്നിക്, എന്റേതായ ഓരോ ഉടായ്പ മെത്തേഡ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇതിൽ വന്നേക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ലിപ് കോംബോ ആയിട്ട് വന്നിട്ടുണ്ട്. ദിസ് ഇസ് മൈ ലിപ് കോംബോ മെനു. അപ്പൊ വീഡിയോ ഒന്നും ബോർ അടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ കുറച്ച് എന്റേതായ ക്യൂട്ട് നെയിംസ് ആണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡ്രീം ഡോൾ ലിപ് കോംബോ, സെക്കൻഡ് വൺ ഇസ് ആൽമണ്ട് ഫെയറി ആൻഡ് തേർഡ് വൺ ഇസ് ഡീപ് ഡിസയർ. ഫസ്റ്റ് ലുക്ക് ഡ്രീം ഡോൾ ലിപ് കോംബോ ആണ്. ഇതിൽ ഞാൻ 3 പ്രൊഡക്ട്സ് ആണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നത്. ലൈക്ക് ഐ സെഡ്, ഞാൻ പ്രോ ഒന്നല്ല. സോ ഐ എം ഗോണ ഷോ യു വാട്ട് ഐ നോ. ലിപ്സ് ഡ്രൈ ആൻഡ് ചോപ്പി ആവാണ്ടിരിക്കാൻ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ആക്കുന്നതിനെക്കാട്ടും മുമ്പ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹൈസിന്റെ ലിപ് ബാം ആണ്. അത് നമുക്കൊരു 1 2 3 5 കൗണ്ട് വരെ ചെയ്തിട്ട് നമുക്കിത് വൈപ്പ് ഓഫ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ഫസ്റ്റ് ലിപ് ലൈൻ ആണ് ചെയ്യുന്നത് വിത്ത് മാർസ് കൊക്കോ ബട്ടർ ലിപ് ലൈനർ. നമ്മുടെ ലിപ്സിന്റെ ഔട്ടർ പോർഷനിലേക്ക് എൻഡിൽ ലൈൻ ചെയ്യുമ്പോൾ ഒരു തിക്കർ ലിപ് എഫക്റ്റ് നമുക്ക് കിട്ടും. ലിപ്സിന്റെ കോർണേഴ്സിൽ ഇന്നർ പാർട്ടിൽ വരച്ച് അത് കണക്ട് ആക്കാം. അതുപോലെ തന്നെ അപ്പ് സൈഡും. ഇത് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ലിപ്സ് ഒന്ന് ബിഗർ ആക്കാനുള്ള എഫക്റ്റ് കിട്ടാൻ മുകളിലത്തെ ഭാഗമൊക്കെ ഷെയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ സൈഡ് കോർണേഴ്സും ഞാൻ ഷെയ്ഡ് ചെയ്യാറുണ്ട്. ഈസി റൈറ്റ്? ഐ നോ ഇത് കുറച്ച് ലാഗ് ആണെന്ന്, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നെക്സ്റ്റ് നൈബയുടെ കാരമൽ കാഷ്യൂ ലിപ്സ്റ്റിക് ആണ് നമ്മൾ യൂസ് ചെയ്യണേ. ഇത് ഇന്നർ പോർഷനിൽ അപ്ലൈ ആക്കാം. ബിക്കോസ് ഇത് ലൈറ്റർ ഷെയ്ഡ് ആയതുകൊണ്ട് ലിപ്സ് കുറച്ച് പോപ്പ് ഔട്ട് ചെയ്യും. ഒരു ഫുള്ളർ ലിപ്പ് എഫക്ട്സ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് ബ്ലൂ ഹെവന്റെ ലിപ് പ്ലംപിംഗ് വോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ഷെയ്ഡ് റിട്രോ ഗ്രൂ. ഇത് അപ്ലൈ ആക്കുമ്പോൾ ലിപ്സിനോ ഒരു ചെറിയ ടിക്ലിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും. ബിക്കോസ് ഇറ്റ്സ് ട്രൈങ് ടു പ്ലംപ് യുവർ ലിപ്സ്. സോ യാ, this is the final look and this will give you a dream doll vibes. ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ don't forget to like my video. Okay, for second look നമുക്കൊരു ടിഷ്യൂ ഓർ കോട്ടൺ പാഡ് എടുത്ത് ഇത് വൈപ്പ് ചെയ്യാം. Don't be so harsh on your lips. പതുക്കെ ചെയ്താൽ മതി. സെക്കൻഡ് ലുക്കാണ് ആൽമണ്ട് ഫെയറി. ഇത് ഒരു സിമ്പിൾ ലുക്കാണ്. ജസ്റ്റ് റോമാൻഡിന്റെ ആൽമണ്ട് റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ട്, അത് അപ്ലൈ ആക്കാം, അത്രേ ഉള്ളൂ. നോ ലൈനർ, നോ ഡ്രാമ. ഇത് ഒരു ഡെയിലി ലുക്കിനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് ലുക്കാണ്. സോഫ്റ്റ് പിങ്ക് വൈബ്സ് ഒക്കെ തരും. സോ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ദിസ് ഇസ് ദ ലുക്ക് ദാറ്റ് ഐ മോസ്റ്റ്ലി ക്യാരി ഇൻ നോർമൽ ഡേയ്സ്. ഈസി, സിമ്പിൾ ബട്ട് ക്യൂട്ട്. സോ നമ്മുടെ തേർഡ് ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഇട്ടിരുന്ന ലിപ് ടിന്റ് വൈപ്പ് ഔട്ട് ചെയ്യാം. തേർഡ് ലുക്ക് ഇസ് ഡീപ് ഡിസയർ. Once again മാർസിന്റെ ലിപ് ലൈനർ ഇൻ ഷെയ്ഡ് കൊക്കോ ബട്ടർ വെച്ച് ലിപ്സ് ലൈൻ ആക്കാം. ലൈക്ക് ഐ സെഡ് ബിഫോർ, ലൈൻ ദ ബോട്ടം ലിപ്സ് ഓൺ ഔട്ടർ സൈഡ് ആൻഡ് ലിപ്പിന്റെ കോർണേഴ്സ് ഒക്കെ ഇന്നർ സൈഡ് ലൈൻ ചെയ്ത് കണക്ട് ആക്കാം. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയ്ഡ് ദ കോർണേഴ്സ്. ഇത് ഒരു ഓംബ്രെ ലിപ് എഫക്റ്റ് ഒക്കെ തരും. നെക്സ്റ്റ് റോമാൻഡിന്റെ സീറോ വെൽവെറ്റ് ഡീപ് സോൾ ഷെയ്ഡ് അപ്ലൈ ആക്കാം. ഇത് പ്രിറ്റിയസ്റ്റ് ഷെയ്ഡ് ആണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഇതൊരു മാറ്റി എഫക്റ്റ് ആണ്, ബട്ട് ഐ ആം ഇൻ ടു ഗ്ലോസി ലിപ്സ്. അതുകൊണ്ട് റോമാൻഡിന്റെ തന്നെ ഫിക് ഷെയ്ഡ് ലിപ് ടിന്റ് അപ്ലൈ ആക്കാം. ദിസ് വിൽ ഗീവ് സം ഗ്ലോസി എഫക്റ്റ്. കുറച്ചുകൂടി ഷൈനിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേ ക്രിക്കറ്റ് ലിപ് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്.
ഇത് നല്ല ഗ്ലോസി ഗ്ലിറ്ററി എഫക്റ്റ് ഒക്കെ തരും. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഇത് നോൺ പ്രൊഫഷണൽ ടോട്ടലി പേഴ്സണൽ ലിപ് കോംബോ റൂട്ടീൻ ആണ്. ഇതിലെ ഏത് കോംബോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഡു കമന്റ് ബിലോ. ഓൾസോ ഷെയർ ദിസ് ടു യുവർ ലിപ് ബാം ബെസ്റ്റി. ചെറിയൊരു ക്യൂട്ട് റിമൈൻഡർ പോലെ എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ആസ് ഐ സെഡ്, മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്ലോ അപ്പിന്റെ മെയിൻ പാർട്ടാണ്. അപ്പൊ ചിലവർക്ക് മേക്കപ്പ് കേക്കി ആൻഡ് കുറച്ച് കട്ടി കൂടിയ മേക്കപ്പ്സ് ആയിരിക്കും ചിലവരുടെ ഫേസിന് ഭംഗി ഉണ്ടാവുക. ചിലവർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ മേക്കപ്പ് ആണ് ഭംഗി ഉണ്ടാവുക. അത് ഓരോരുത്തരുടെ വൈബ് അനുസരിച്ചിരിക്കും. അപ്പൊ ഫൈൻഡിങ് യുവർ വൈബ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അറിയാലോ നിങ്ങളുടെ വൈബ് എങ്ങനത്തെ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഐഡിയൽ സെൽഫ് എങ്ങനെയായിരിക്കണം. അപ്പൊ ആ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങും മേക്കപ്പ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ഐഡന്റിറ്റിയിലുള്ള ആരെങ്കിലും, ഇപ്പൊ ആക്ട്രസോ യൂട്യൂബേഴ്സ് ആരെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ അവരെന്തൊക്കെയാണ് യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് എങ്ങനെയാ, അവരെങ്ങനെയാ ഇത് ക്യാരി ചെയ്യണം, അവരുടെ എലഗൻസ് എങ്ങനെയാ, അവരെങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത്, കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അത് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി രീതിക്ക് എടുക്കേണ്ടതാണ്. നിങ്ങൾ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ കറക്റ്റ് സ്റ്റൈല് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.